അത് നിങ്ങളുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇൻഷുറൻസ് എന്നൊരു ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാറിൻ്റെ, ബൈക്കിൻ്റെ, അതുപോലെ പേഴ്സണൽ ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനെയുള്ള എല്ലാ ഇൻഷുറൻസുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ബൈക്കിൻ്റെ ഇൻഷുറൻസ് എങ്ങനെയാണ് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ബൈക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ ഒരു സബ്മിറ്റ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ ആയിട്ട് ഇൻഷുറൻസുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് എടുക്കേണ്ട പ്ലാൻ ആദ്യം സെലക്ട് ചെയ്യണം. അതിനായിട്ട് പ്ലാൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തേർഡ് പാർട്ടി വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഫുൾ കവർ ഇൻഷുറൻസ് വേണമെങ്കിൽ താഴെയുള്ള കോംപ്രഹെൻസീവ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഫുള്ളായിട്ടുള്ളതാണ് എടുക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വർഷത്തെ ഇൻഷുറൻസാണ് അടയ്ക്കേണ്ടത്, ആ ഒരു വർഷം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 ഇയർ, 3 ഇയർ, 1 ഇയർ എന്നീ രീതിയിലുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നമ്മളിവിടെ 1 വർഷത്തെ ഇൻഷുറൻസാണ് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് അടയ്ക്കേണ്ടത്, അതായത് നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് വേണമെങ്കിലും ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഇൻഷുറൻസ്, അതായത് യുണൈറ്റഡ് ഇൻഷുറൻസ് ആണ് എടുക്കാൻ പോകുന്നത്, യുണൈറ്റഡ് ഇന്ത്യ എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോമിനി ഡീറ്റെയിൽസ് കൊടുക്കണം. നോമിനി ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വൈഫാണോ അതോ ഫാദറാണോ മദറാണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ പേര്, വയസ്സ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അടയ്ക്കേണ്ട എമൗണ്ട് കാണാൻ സാധിക്കും. അതിന് നേരെയുള്ള ബൈ പ്ലാൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ, അതുപോലെ ഫോൺ പേ, അതുപോലെ തന്നെ ബാങ്കിലൂടെയും, അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്ക്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവയിലൂടെയെല്ലാം പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ പേയിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കാണാൻ സാധിക്കും. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS കൊടുക്കണം. അതിനായിട്ട് സെൻഡ് SMS എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മുടെ മെസ്സേജ് സെൻഡായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. അതിൽ നിങ്ങളുടെ 4 ഡിജിറ്റ് പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു.